നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടക MLA NA ഹാരിസിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം 21 മണിക്കൂറാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് അവസാനിച്ചത്. സാധാരണ രീതിയിലുള്ള ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നില്ല റെയ്ഡ്. ക്രമക്കേടുകൾ 4.5 കോടിയുടേതാണ് എന്ന് ED അധികൃതർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. കർണാടക പോലീസ് FIR ഇടുകയും ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. ബംഗളൂരിലെ മഗ്രാത്ത് റോഡിലുള്ള ഇവരുടെ NA ഹാരിസിൻ്റെ വസതി അടക്കം 12 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടന്നത്. അതായത് ഇത് അത്ര വിപുലമായ ഒരു കേസാണ്. കേന്ദ്ര ഏജൻസിയായ ED കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ MLA ആണ് NA ഹാരിസ്. ആ NA ഹാരിസിൻ്റെ വീട്ടിലാണ് ഇന്നലെ 21 മണിക്കൂറുകൾ നീണ്ട ED പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങിയിരിക്കുന്നത്. ഈ കേസിൻ്റെ വ്യാപ്തി ഈ ആധുനിക കാലത്തെ ചില പ്രത്യേകതകൾ ഈ കേസിനുണ്ട്. അതായത് ബിറ്റ്കോയിൻ ഇടപാടുകളിലൂടെയാണ് കള്ളപ്പണം സമ്പാദിച്ചിരിക്കുന്നത്. ഈ ബിറ്റ്കോയിൻ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ സത്യത്തിൽ മോഷ്ടിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെയും അതുപോലെ തന്നെ വിദേശത്തെയും പ്രവർത്തിക്കുന്ന ചില കമ്പനികളുടെ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ബിറ്റ്കോയിൻ വാലറ്റുകളിലും നുഴഞ്ഞു കയറി, അതായത് ഹാക്കിംഗ് നടത്തി അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടാണ് വലിയ മോഷണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ മോഷണത്തിലൂടെ കണ്ടെത്തിയ തുക ലഹരി കച്ചവടത്തിനും നിക്ഷേപിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ പരിശോധന. NA ഹാരിസിൻ്റെ മക്കൾക്കാണ്, അല്ലെങ്കിൽ മക്കളുടെ പേരിലാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. NA ഹാരിസിൻ്റെ മക്കളായിട്ടുള്ള ഉമർ ഫറൂഖ് നാലപ്പാട്, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഹാരിസ് നാലപ്പാട് എന്നീ 2 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. എത്തിക്കൽ ഹാക്കറായിട്ടുള്ള ശ്രീക്കി എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ രമേശാണ് ഈ ഹാക്കിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇവർക്ക് വേണ്ടി ബിറ്റ്കോയിൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഈ മോഷണ ഇടപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായി ഈ MLAയുടെ 2 മക്കൾ മാറുകയായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ശ്രീക്ക് ഈ ഹാക്കിംഗ് നടത്തിയിരിക്കുന്നത്. NA ഹാരിസിൻ്റെ 2 മക്കളുമായിട്ടുള്ള ശ്രീക്കിയുടെ ബന്ധം പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ശ്രീക്കിയാണ് ഈ തരത്തിൽ ഹാക്കിംഗ് ഉൾപ്പെടെ നടത്തി ബിറ്റ്കോയിനുകൾ മോഷ്ടിക്കുകയും വൻ തുക അടിച്ചു മാറ്റുകയും ചെയ്തത്. ഇത് പിന്നീട് ലഹരി കച്ചവടത്തിനായി ഉപയോഗിച്ചു എന്നാണ് EDയുടെ ആരോപണം. 4.5 കോടി രൂപയുടെ അനധികൃത ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ശാന്തിനഗർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MLA ആണ് NA ഹാരിസ്. NA ഹാരിസ് മലയാളിയാണ്. NA ഹാരിസിൻ്റെ കുടുംബം കാസർഗോട്ടുകാരായിരുന്നു. NA ഹാരിസിൻ്റെ അച്ഛൻ്റെ കുടുംബം കാസർഗോട്ടുകാരായിരുന്നു. NA ഹാരിസ് ഒരു പ്രമുഖ വ്യവസായിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാലപ്പാട് ഗ്രൂപ്പ് അത് വലിയ ഒരു വ്യവസായ സ്ഥാപനമാണ്. ഇങ്ങനെ ബിസിനസ്സുകാരനും വ്യവസായിയുമായി ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബാംഗ്ലൂർ രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മലയാളിയായ KJ ജോർജ് മുഖാന്തരമാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുമായി ഇദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് കർണാടക രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ഒരു അതികായകനായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 2008-ലും 2018-ലും അതുപോലെ തന്നെ 2013-ലുമെല്ലാം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശാന്തിനഗർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് NA ഹാരിസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2013-ലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 19,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. അങ്ങനെ വളരെ പ്രശസ്തനായ ഒരു MLA ആണ് NA ഹാരിസ്. പ്രമുഖ വ്യവസായിയും ബിസിനസ്സുകാരനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരായിട്ടാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. ആ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നിരിക്കുന്നത്. കർണാടക ഭരിക്കുന്നത് നമുക്കറിയാം, ഇന്ന് കോൺഗ്രസിൻ്റെ സർക്കാരാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് കർണാടക ഭരിക്കുന്നത്. കർണാടകയിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് നേരെ പല ഘട്ടങ്ങളിലും ED അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി
DK ശിവകുമാറിനെതിരെ പോലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയമായ പ്രതികാരമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പകവീട്ടലാണ് എന്ന് കോൺഗ്രസ് ഈ അന്വേഷണങ്ങളെ ആരോപിച്ചിരുന്നു. അങ്ങനെയുള്ള ആരോപണം കൊണ്ട് കോൺഗ്രസ് ഈ അന്വേഷണങ്ങളെ പ്രതിരോധിച്ചിരുന്നു. അതായത് BJP തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനായി അവർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം ഇല്ലാതാക്കാനൊക്കെയാണ് BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്ന് അന്ന് കോൺഗ്രസ് വാദമുഖം ഉന്നയിച്ചിരുന്നു. DK ശിവകുമാറിനെതിരെ പോലും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കേസുകളുണ്ട്. കർണാടകയിലെ പല കോൺഗ്രസ് BJP നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും അതോടൊപ്പം തന്നെ കേസുകളുമുണ്ട്. ഇപ്പോഴിതാ NA ഹാരിസിൻ്റെ മക്കൾ കൂടി ഈ ഒരു കേസിൻ്റെ ഭാഗമാവുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ വന്നിരിക്കുന്നു. നിരവധി വിലപ്പെട്ട വിവരങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ലഹരി മരുന്ന് വ്യാപാരം അടക്കമുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലഹരി മരുന്ന് കച്ചവടത്തിനായി ഇത്തരത്തിലുള്ള ഇങ്ങനെ മോഷണത്തിലൂടെ ബിറ്റ്കോയിൻ മോഷണത്തിലൂടെ ലഭിച്ച തുക ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ വലിയ രീതിയിലുള്ള തെളിവുകളും അതോടൊപ്പം തന്നെ രേഖകളുമെല്ലാം ഈ പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് സൂചന. ഡിജിറ്റൽ തെളിവുകൾ, അതുപോലെ തന്നെ മറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതെല്ലാം തന്നെ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല, വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട വസതിയായ മഗ്രാത്ത് റോഡിലെ വസതിയിലാണ് പ്രധാനമായും റെയ്ഡ് നടന്നത്. 12 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡുകൾ നടന്നത്. ഇതിൽ NA ഹാരിസിൻ്റെ മക്കൾ മാത്രമല്ല, മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ K റഹ്മാൻ ഖാൻ്റെ മകൻ അക്കീബ് ഖാനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് മൻസൂർ അലി ഖാൻ്റെ മരുമകനും അടക്കമുള്ളവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇവരുടെ അടക്കം കേന്ദ്രങ്ങളിലാണ്, ഇവരുടെ ഓഫീസുകളിലും വീടുകളിലുമാണ് 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് ED നടത്തിയത്. EDയുടെ ബാംഗ്ലൂർ യൂണിറ്റാണ് ഈ പരിശോധന നടത്തിയത്. വിലപ്പെട്ട തെളിവുകൾ ഈ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ നീക്കങ്ങളും നടപടികളും ഉടൻ ED ആരംഭിക്കുമെന്നാണ് സൂചന.